ഹായ് ഗായ്സ് എം ക്യു ഹിയർ. സോ ഇത് നമ്മുടെ ഫണ്ടഡ് ഹൈവ് സീരീസിന്റെ പാർട്ട് 2 വീഡിയോ ആണ്. ഈ വീഡിയോയിൽ നമ്മൾ എങ്ങനെ ഫണ്ടഡ് ഹൈവിൽ ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യാം, അതുപോലെ തന്നെ നമ്മൾ മെറ്റാമാസ്ക് എന്നൊരു വാലറ്റ് യൂസ് ചെയ്തിട്ടാണ് ഫണ്ടഡ് ഹൈവിൽ ട്രാൻസാക്ഷൻസ് ഒക്കെ നടക്കുന്നത്. ലൈക്ക് നമുക്ക് 1 മിനിറ്റിന്റെ ഉള്ളിൽ പേ ഔട്ട് എടുക്കാൻ പറ്റുന്നതൊക്കെ ഈ മെറ്റാമാസ്ക് വാലറ്റ് യൂസ് ചെയ്തിട്ടാണ്. സോ അതെങ്ങനെ സെറ്റ് ചെയ്യാം എന്നുള്ളതാണ് ഞാൻ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. സോ അതിന് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഫണ്ടഡ് ഹൈവിന്റെ സൈൻ അപ്പ് പേജിലേക്ക് കയറുക എന്നുള്ളതാണ്. സോ അതിന് വേണ്ടിയിട്ട് നമ്മുടെ ഈ വീഡിയോന്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അതുപോലെ തന്നെ കമന്റ് ബോക്സിലും ഫണ്ടഡ് ഹൈവിന്റെ ലിങ്ക് ഞാൻ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ ലിങ്കിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ നേരെ പോവുക ഫണ്ടഡ് ഹൈവിന്റെ ഹോം പേജിലേക്കാണ്. അവിടെ നിങ്ങൾക്ക് ഒരു ലോഗിൻ ബട്ടൺ കാണാം. ആ ലോഗിൻ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ലോഗിൻ ചെയ്യാനുള്ള ഒരു യൂസർ ഇന്റർഫേസ് ആയിരിക്കും വരിക. ബട്ട് നമ്മൾ ആദ്യമായിട്ടുള്ള യൂസർ ആയതുകൊണ്ട് നമ്മൾ ഇതിൽ സൈൻ അപ്പ് ചെയ്യാണ് വേണ്ടത്. അതിന് വേണ്ടിയിട്ട് ഇവിടെ താഴെ നിങ്ങൾക്ക് സൈൻ അപ്പ് ബട്ടൺ കാണാം. ഓക്കെ, അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അങ്ങനെ നമ്മൾ ഫണ്ടഡ് ഹൈവിന്റെ സൈൻ അപ്പ് പേജിലേക്ക് കയറിയതിനു ശേഷം ഇവിടെ ഇമെയിലും പിന്നെ അതുപോലെ തന്നെ ഒരു യൂസർ നെയിമും പാസ്വേഡും കൊടുത്ത് സൈൻ അപ്പ് ചെയ്യാം. അതെങ്ങനെയാണെന്ന് ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, ജസ്റ്റ് ഇവിടെ ഒരു ഇമെയിൽ ഐ ഡി കൊടുക്കുന്നുണ്ട് എൻ്റെ. അതുപോലെ തന്നെ യൂസർ നെയിം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക് ജനറേറ്റ് ആവും. പിന്നെ നിങ്ങൾക്ക് അത് മാറ്റണം എന്നുണ്ടെങ്കിൽ ജസ്റ്റ് മാറ്റിയാൽ മതി. ഓക്കെ, ദെൻ നമ്മൾ പാസ്വേഡ് കൊടുക്കാം. ഞാൻ ജസ്റ്റ് പാസ്വേഡ് ഒന്ന് കൊടുക്കുന്നുണ്ട്. സോ അങ്ങനെ പാസ്വേഡ് കൊടുത്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യാം, അവരുടെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് അക്സെപ്റ്റ് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഫണ്ടഡ് ഹൈവിലേക്ക് സൈൻ അപ്പ് ചെയ്യാം. സൈൻ അപ്പ് ചെയ്തതിന് ശേഷം നമ്മൾ തിരിച്ചൊന്നും കൂടി ലോഗിൻ ചെയ്യണം. സോ സൈൻ ഇൻ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ ലോഗിൻ ചെയ്യാനുള്ള പേജ് വരും. ദെൻ ഇതിൽ നമ്മൾ നേരത്തെ കൊടുത്ത സെയിം മെയിൽ ഐ ഡിയും പാസ്വേഡും കൊടുത്തിട്ട് ലോഗിൻ ചെയ്യാം. ഞാനിവിടെ മെയിൽ ഐ ഡി കൊടുക്കുന്നുണ്ട്. ദെൻ നേരത്തെ അടിച്ച സെയിം പാസ്വേഡ് എന്നിട്ട് സൈൻ ഇൻ കൊടുക്കാം. ദെൻ അങ്ങനെ ലോഗിൻ ആയതിനു ശേഷം നമ്മൾ കൊടുത്ത മെയിലിലേക്ക് ഒരു കൺഫർമേഷൻ മെയിൽ പോകും. നമ്മൾ എന്ത് ചെയ്യുക, ജസ്റ്റ് മെയിലിൽ കയറിയിട്ട് ആ കൺഫർമേഷൻ മെയിൽ ആക്ടിവേറ്റ് മൈ അക്കൗണ്ട് എന്നുള്ള ഓപ്ഷൻ കൊടുക്കാം. ദെൻ നമ്മുടെ ഇമെയിൽ ഇവിടെ ആക്ടിവേറ്റ് ആയത് കാണാം. അപ്പോൾ ഒന്നും കൂടി നമ്മൾ എന്ത് ചെയ്യുക, സൈൻ ഇൻ ചെയ്യാം. സോ അങ്ങനെ സൈൻ അപ്പ് ചെയ്തതിന് ശേഷം നമ്മൾ എത്തുന്നത് ഈ ഒരു പേജിലേക്കായിരിക്കും. ഇവിടെ നമ്മൾ അക്കൗണ്ട് ഇൻഫർമേഷൻസ് കൊടുക്കാനുള്ള പേജാണ്. ലൈക്ക് നമ്മുടെ ഫസ്റ്റ് നെയിമും നിക് നെയിമും ഡേറ്റ് ഓഫ് ബർത്തും കൺട്രി ഒക്കെ കൊടുക്കാനുള്ള പേജാണ്. അപ്പോൾ ആ ഡീറ്റെയിൽസ് ഒക്കെ ജസ്റ്റ് ഫില്ല് ചെയ്ത് വിടും. ആൻഡ് ഇവിടെ നിങ്ങൾക്ക് ഒരു ഓപ്ഷൻ കാണാം, യൂസ് അനോണിമസ് പ്രൊഫൈൽ. ഇത് നമ്മൾ ടിക്ക് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ഡാറ്റയും കാര്യങ്ങളൊന്നും കൊടുക്കണ്ട, ജസ്റ്റ് ഒരു നിക് നെയിം മാത്രം കൊടുത്താൽ മതി. ബട്ട് അങ്ങനെ കൊടുക്കാതെ നിൽക്കുന്നതാണ് ബെറ്റർ. കാരണം നിങ്ങൾ ഡീറ്റെയിൽസ് കൊടുത്ത് വൺസ് ഫണ്ടഡ് അക്കൗണ്ട് പാസ് ആയതിനു ശേഷം നിങ്ങൾ KYC കംപ്ലീറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറേ അഡീഷണൽ ബെനിഫിറ്റ്സ് ഉണ്ട്. സോ നമ്മൾ എന്ത് ചെയ്യാം, ഈ ചെക്ക് ബോക്സ് അൺടിക്ക് ചെയ്തിട്ട് നമ്മുടെ ഡാറ്റാസും കാര്യങ്ങളും ഇവിടെ കൊടുക്കാം. സോ ഞാൻ എൻ്റെ ഡാറ്റയും കാര്യങ്ങളും ജസ്റ്റ് എൻ്റർ ചെയ്യുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ബേസിക് ഇൻഫോർമേഷൻസ് എൻ്റർ ചെയ്തതിന് ശേഷം ഇവിടുത്തെ സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യാം. സോ അങ്ങനെ നമ്മുടെ ഫണ്ടഡ് ഹൈവ് അക്കൗണ്ട് അങ്ങനെ സക്സസ്ഫുള്ളി ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഇനി നമ്മുടെ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഫണ്ടഡ് ഹൈവിൽ ട്രാൻസാക്ഷൻസ് ചെയ്യാനാണ്. അതായത് നമുക്ക് 1 മിനിറ്റിൽ പേ ഔട്ട് എടുക്കാനും അതുപോലെ തന്നെ നമ്മൾ അക്കൗണ്ട് പർച്ചേസ് ചെയ്യാനൊക്കെ ഒരു മെറ്റാമാസ്ക് വാലറ്റ് സെറ്റപ്പ് ചെയ്യുക എന്നുള്ളതാണ്. സോ അതെങ്ങനെയാണെന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. നമ്മൾ എന്ത് ചെയ്യുക, പുതിയ ടാബിലേക്ക് വന്നിട്ട് ദെൻ വരുന്ന ആദ്യത്തെ വെബ്സൈറ്റിലേക്ക് കയറിയതിന് ശേഷം നമ്മുടെ വാലറ്റ് എക്സ്റ്റൻഷൻ നമ്മൾ ക്രോമിലേക്ക് ആഡ് ചെയ്യാം. അതിനെന്ത് ചെയ്യാം, ഈ ആഡ് ടു ക്രോം എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്താൽ മതി. ദെൻ ആഡ് എക്സ്റ്റൻഷൻ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക. സോ നമ്മുടെ വാലറ്റ് എക്സ്റ്റൻഷൻ ഇവിടെ ഡൗൺലോഡ് ആയിട്ട് ക്രോമിലേക്ക് ആഡ് ആയത് നിങ്ങൾക്ക് കാണാൻ പറ്റും. ദെൻ ഇവിടെ എക്സ്റ്റൻഷൻസിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ മെറ്റാമാസ്ക് കാണാൻ പറ്റും. അത് ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്യാം. സോ ഇതാണ് മെറ്റാമാസ്കിന്റെ ഇന്റർഫേസ്. ഇവിടെ നമ്മൾ എന്ത് ചെയ്യാം, ക്രിയേറ്റ് എ ന്യൂ വാലറ്റ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം. ദെൻ നിങ്ങൾക്ക് നിങ്ങളുടെ ഗൂഗിൾ അക്കൗണ്ട് വെച്ച് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം. പക്ഷേ ബെറ്റർ വേ എന്ന് പറയുന്നതും അതുപോലെ തന്നെ നമുക്ക് എപ്പോഴും അനോണിമസ് ആയിട്ട് ഇരിക്കാൻ പറ്റുന്ന വഴിയും ഈ യൂസ് സീക്രട്ട് റിക്കവറി ഫ്രേസ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുമ്പോഴാണ്. ദെൻ നമ്മളൊരു പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യാനുള്ള പേജിലേക്ക് പോകും. അവിടെ എന്ത് ചെയ്യാം, നമുക്ക് മെറ്റാമാസ്ക് ഓപ്പൺ ചെയ്യുമ്പോൾ കൊടുക്കാനുള്ള ഒരു പാസ്വേഡ് കൊടുക്കാം. സോ ഞാനിവിടെ ഒരു 8 പാസ്വേഡ് കൊടുക്കുന്നുണ്ട്. ദെൻ നമ്മൾ ഈ ചെക്ക് ബോക്സ് ക്ലിക്ക് ചെയ്യുക. ദെൻ ക്രിയേറ്റ് പാസ്വേഡ് കൊടുക്കാം. ഇതെല്ലാം നമ്മൾ സ്കിപ്പ് അടിച്ച് വിട്ടാൽ മതി. പക്ഷെ ഇവിടെയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. ഓക്കെ, ഈ കാണുന്ന 12 ഫ്രേസ് ആണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. നമ്മളെ വാലറ്റിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു 12 ഫ്രേസ് ആണ് ഈ കാണുന്നത്. ഇവിടെ നമ്മൾ എന്ത് ചെയ്യാം, ട്രാപ്പ് ടു റിവീൽ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ വാലറ്റിന്റെ 12 സെക്യൂരിറ്റി ഫ്രേസ് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇതെന്ത് ചെയ്യുക, ഇത് എവിടെയെങ്കിലും നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കണം. ഓക്കെ, വൺസ് നമ്മളെ വാലറ്റ് മറ്റുള്ള ഡിവൈസിലേക്ക് കണക്ട് ചെയ്യണമെങ്കിലോ അതുപോലെ തന്നെ നമ്മളെ വാലറ്റ് എപ്പോഴെങ്കിലും നമ്മളെ കയ്യിൽ നിന്ന് മിസ്സായാലോ റിക്കവർ ചെയ്ത് എടുക്കാനുള്ള ഒരു 12 ഫ്രേസ് ആണ് ഇത്. ഓക്കെ, ഇത് നമ്മൾ എവിടെയെങ്കിലും എഴുതി വെക്കുക അല്ലെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് എവിടെയെങ്കിലും സൂക്ഷിച്ചു വെക്കൽ നിർബന്ധമാണ്. അങ്ങനെ നമ്മൾ ഈ 12 ഫ്രേസ് സേവ് ചെയ്തതിന് ശേഷം ജസ്റ്റ് ഈ കണ്ടിന്യൂ ക്ലിക്ക് ചെയ്യുക. ദെൻ ഇവിടെ ഒരു ടെസ്റ്റ് ഉണ്ടാവും. അതായത് നമ്മൾ സേവ് ചെയ്തു എന്നുള്ളത് പ്രൂവൺ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ടെസ്റ്റ് ഉണ്ടാവും. അപ്പോൾ നമ്മൾ ഇവിടെ 3ാമത്തെ കോളത്തിൽ ഏതാണോ നോട്ട് ചെയ്തിട്ടുള്ളത് അത് അതുപോലെ തന്നെ കൊടുക്കുക. ദെൻ 10ാമത്തെ കോളത്തിൽ ഏതാണോ നോട്ട് ചെയ്തിട്ടുള്ളത് അതും അതുപോലെ തന്നെ കൊടുക്കുക. ദെൻ ലാസ്റ്റ് ഇതും കൊടുക്കുക. ദെൻ കണ്ടിന്യൂ അടിച്ചു കഴിഞ്ഞാൽ നമ്മളെ അക്കൗണ്ട് അവിടെ ക്രിയേറ്റ് ആയിട്ടുണ്ട്. ദെൻ ഇവിടെ എന്ത് ചെയ്യുക, ജസ്റ്റ് കണ്ടിന്യൂ ക്ലിക്ക് ചെയ്യുക.
ആൻഡ് നമ്മുടെ വാലറ്റ് ഇവിടെ ക്രിയേറ്റ് ആയിട്ടുണ്ട്. ദെൻ ഓപ്പൺ വാലറ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ വാലറ്റ് ഇവിടെ ഓട്ടോമാറ്റിക് ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഓക്കെ, ഇനി ഇതിലേക്ക് ഫണ്ട് ആഡ് ചെയ്യാന്നുള്ളതാണ്. സോ നമ്മുടെ വാലറ്റിലേക്ക് ഫണ്ട് ആഡ് ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യേണ്ട അഡ്രസ്സ് ഈ കാണുന്ന അഡ്രസ്സാണ്. അതായത് എതേറിയത്തിൽ ഈ അഡ്രസ്സാണ് നമ്മൾ ഫണ്ട് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുക്കേണ്ടത്. ഈ അഡ്രസ്സ് കോപ്പി ചെയ്തതിന് ശേഷം ഇതിലേക്ക് ഫണ്ട് ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ വാലറ്റിൽ ഇവിടെ ഫണ്ട് കാണാൻ പറ്റും. ഓക്കെ, ദെൻ ആ ഫണ്ട് യൂസ് ചെയ്തിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഫണ്ടഡ് ഹൈവിന്റെ ഫണ്ടഡ് അക്കൗണ്ട് മേടിക്കേണ്ടത്. ദെൻ നമ്മുടെ ഫണ്ടഡ് ഹൈവിന്റെ ഡാഷ്ബോർഡിലേക്ക് തന്നെ വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് നമ്മുടെ മെറ്റാമാസ്ക് യൂസ് ചെയ്തിട്ട് ഒരു ഫണ്ടഡ് അക്കൗണ്ട് പർച്ചേസ് ചെയ്യേണ്ടത്, അതുപോലെ തന്നെ എങ്ങനെയാണ് USDT എതേറിയം ആക്കി കൺവേർട്ട് ചെയ്യേണ്ടത് എന്നുള്ള ഡീറ്റെയിൽസ് എല്ലാം ഞാൻ നെക്സ്റ്റ് ഒരു വീഡിയോ ആക്കിയിട്ട് നെക്സ്റ്റ് ഒരു പാർട്ട് ആക്കിയിട്ട് ഡീറ്റെയിൽഡ് ആയിട്ട് ചെയ്യാം. സോ നമ്മുടെ ചാനലൊന്ന് ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. നിങ്ങൾക്ക് ഇതുപോലത്തെ എല്ലാ ഇൻഫോമിംഗ് വീഡിയോസും അപ്പോൾ കിട്ടുന്നതാണ്. സോ പീസ് ഔട്ട്.